ഹേ ഗൈസ്, ഇറ്റ്സ് മീ ജോയ്സൺ ആൻഡ് യു ആർ വാച്ചിങ് ജോയ്സ് വേൾഡ്. ഇന്നത്തെ വീഡിയോ വളരെ സ്പെഷ്യലാണ്. ഇന്ന് ഇവിടെ ഈസ്റ്റർ ആണ്. അപ്പോൾ ഈസ്റ്ററിനെ പ്രമാണിച്ച് റൊമേനിയൻസ് ആവട്ടെ, ഇവിടുത്തെ കൾച്ചർ ആവട്ടെ, ഇവിടുത്തെ എങ്ങനെയൊക്കെയാണ് അവർ ഈ ഈസ്റ്ററിനെ അവർ നോക്കി കാണുന്നതെന്നുള്ളതും അവരുടെ സെലിബ്രേഷൻസും ഒക്കെ എന്താണെന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ വളരെ വിശദമായിട്ട് ഇന്ന് നമുക്ക് കാണാം ഗൈസ്. സോ ലെറ്റ്സ് ഗോ. ഞാനിപ്പോൾ നിൽക്കുന്നത് റൊമേനിയയിലാണ്. റൊമേനിയ സിറ്റി എന്ന് പറഞ്ഞ ഒരു സിറ്റിയിലാണ്. അപ്പോൾ ഈ സിറ്റിയിൽ ഏറ്റവും കൂടുതൽ ഭയങ്കരമായിട്ട് ആഘോഷിക്കുന്ന ഒരു സമയമാണ് ഈസ്റ്റർ ആൻഡ് ക്രിസ്മസ്. റൊമേനിയൻസിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഓർത്തഡോക്സുകാരാണ്. ഓർത്തഡോക്സ് ഈസ്റ്റർ ആണ് ഇവർ മെയിനായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. കത്തോലിക്കിൻ്റെ ഓൾറെഡി ഈസ്റ്റർ ഒരു മാസത്തിന് മുന്നേ കഴിഞ്ഞിരുന്നു. അപ്പോൾ അതവർ കൂടുതൽ സെലിബ്രേറ്റ് ചെയ്തിട്ടില്ല. പക്ഷേ ഓർത്തഡോക്സ് ഈസ്റ്റർ വരുന്ന സമയത്ത് ഇവിടെ ഫുള്ള് അലങ്കരിച്ച് ഒരു പ്രത്യേക വൈബാണ് ഗൈസ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. സോ നമ്മളിപ്പോൾ ആ ഒരു സ്പോട്ടിലേക്ക് പോവാണ്. ആ പോകുന്ന വഴിയൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇവിടുത്തെ ബിൽഡിങ്ങുകളും വഴികളും എല്ലാം വളരെ സൂപ്പറാണ്. നമുക്ക് അതിനെപ്പറ്റി വിശദമായി നമ്മൾ സംസാരിക്കുന്നതായിരിക്കും. പക്ഷേ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലം വളരെ വളരെ സ്പെഷ്യലായിട്ടൊരു പ്ലേസ് ആണ്. ഈ സ്ഥലത്തെയാണ് ഐ ഓഫ് ദ റൊമേനിയ എന്നറിയപ്പെടുന്നത്. കാരണം റൊമേനിയയുടെ സെൻട്രൽ സിറ്റിയാണ് സിബിയു. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ കേന്ദ്രഭാഗമായി അവർ നോക്കിക്കാണുന്നത് ഈ സിറ്റിയാണ്. ഇവിടുത്തെ ഒരുപാട് വിശേഷങ്ങളും കാര്യങ്ങളെല്ലാം പിന്നാലെയുള്ള വീഡിയോസിൽ വരും. പക്ഷേ ഇന്ന് നമ്മൾ ഇവിടുത്തെ ഈസ്റ്റർ എങ്ങനെ ഇവർ അടിച്ചു പൊളിക്കുന്നു എന്ന് നോക്കി കാണാൻ പോവാണ്. റൊമേനിയൻ ഈസ്റ്ററിനെ പറ്റിയുള്ള ഒരുപാട് കാര്യങ്ങൾ കാണിച്ചു തരാനും പറയാനുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ചിലപ്പോൾ 2 പാർട്ടായിട്ടായിരിക്കും വരുന്നത്. അതുകൊണ്ട് തന്നെ 2 വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. കാരണം നമുക്കും അറിയണമല്ലോ ഇവരുടെ ആഘോഷങ്ങളും ഇവരുടെ കലാപരിപാടികളൊക്കെ എങ്ങനെയാണെന്നുള്ളത്. യൂറോപ്യൻസിന് ക്രിസ്മസ് ആൻഡ് ഈസ്റ്റർ വലിയൊരു വികാരമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വെടികത്ത് പോകാം. യെസ് ഗൈസ്, ഇത് നമ്മൾ നേരത്തെ കണ്ട അതേ പ്ലേസ് തന്നെയാണ് സിബിയു സെൻറ്റർ. ഈസ്റ്റർ ഡേയിലാണ് ഇവർ എല്ലാവരും ഒത്തുകൂടുന്ന ഒരു സമയം. ഫാമിലിക്ക് വേണ്ടി മാറ്റി വയ്ക്കുന്ന ഒരു സമയമാണ് ഈസ്റ്റർ ആൻഡ് ക്രിസ്മസ്. അതേപോലെ തന്നെ ഇവരുടെ റൊമേനിയൻസ്, യൂറോപ്യൻസ്, അമേരിക്കൻസ് എല്ലാവരും വന്നു ചേരുന്ന ഒരു സ്ഥലമാണ് ഈ സിബിയു സെൻറ്റർ. അതുകൊണ്ട് തന്നെ സിബിയു സെൻറ്റർ വളരെയധികം ആകർഷകമായി അവർ അലങ്കരിച്ചിട്ടുണ്ട്. ആകർഷകമായിട്ടുള്ള ഒരുപാട് വ്യത്യസ്തതകൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഫാമിലിക്കും കപ്പിൾസിനും ചിൽഡ്രൻസിനും ഒക്കെ വേണ്ടി ഒരുപാട് റൈഡുകളും കാര്യങ്ങളെല്ലാം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. റൊമേനിയൻസിൻ്റെ കൾച്ചറിലുള്ള ഒരുപാട് സാധനങ്ങൾ ഇവിടെ വിൽക്കാനും ഒരുപാട് സാധനങ്ങൾ ഇവിടെ എക്സ്പ്ലോർ ചെയ്യാനും ഉണ്ട്. സോ നമ്മൾ ഇന്നെല്ലാം അത് കവർ ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഈസ്റ്റർ ആൻഡ് ക്രിസ്മസ് സമയത്ത് ഇവിടുത്തെയുള്ള എല്ലാ സ്ഥാപനങ്ങളും, പ്രൈവറ്റ് ആവട്ടെ ഗവൺമെൻറ് ആവട്ടെ, എല്ലാ സ്ഥാപനങ്ങളും അവധിയായിരിക്കും. ഏകദേശം 7-8 ദിവസമായിരിക്കും അവരുടെ ലീവ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഈ 7 ദിവസം അവരുടെ ഫാമിലിയുടെ കൂടെ അവർ വളരെയധികം എക്സ്പ്ലോർ ചെയ്യുന്ന സമയമാണ്. ഈസ്റ്റർ ദിനത്തിൽ അവർ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു സ്ഥലമാണ് ചർച്ച്. അപ്പം നമ്മൾ ആദ്യം നമുക്ക് ചർച്ചുകളിലൊന്ന് പോയിട്ട് വരാം. ഇത് ഇവിടുത്തെ കത്തോലിക്ക സഭയുടെ ഒരു വലിയൊരു ചർച്ചാണ്. ഇവിടുത്തെ സിബിയു സെൻറ്ററിലെ ചർച്ചുകളെല്ലാം വളരെ പോപ്പുലറാണ് റൊമേനിയയിൽ. കത്തോലിക്ക സഭയുടെ ഈസ്റ്റർ ഓൾറെഡി 1 മാസം മുന്നേ കഴിഞ്ഞു. അതെന്താണെന്ന് വളരെ വിശദമായിട്ട് ഞാൻ പറഞ്ഞു തരാം. നമുക്ക് അകത്തോട്ട് പോകാം. ഇപ്പോൾ കാണുന്നത് റൊമേനിയയിലെ ഏറ്റവും വലിയ ഓർത്തഡോക്സ് പള്ളിയാണ്. ഒരുപാട് ടൂറിസ്റ്റ് ആൾക്കാർ വിസിറ്റ് ചെയ്യുന്നൊരു ചർച്ചാണ് ഈ സ്ഥലവും ഈ പള്ളിയും. റൊമേനിയയിൽ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ക്രിസ്ത്യൻസ് ആണ്. അതുകൊണ്ട് തന്നെ ക്രിസ്ത്യൻ പള്ളികൾ ഒരുപാട് നമുക്ക് കാണാൻ സാധിക്കും. റൊമേനിയയിലെ ചർച്ചകളെ പറ്റി നമ്മൾ പുതിയൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വിശദമായി നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കാം. പള്ളിയിൽ ചെന്നപ്പോഴാണ് ഞങ്ങൾ ആ സത്യം മനസ്സിലാക്കിയത്. കാരണം ഇവിടുത്തെ സർവീസ് ഓൾറെഡി കഴിഞ്ഞിരുന്നു. കുർബാന ഞാൻ കാണാൻ സാധിച്ചില്ല. പക്ഷേ എന്നാൽ പിന്നെ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഈ പള്ളിയുടെ മനോഹാരിത പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് ഗൈസ്. ഒരുപാട് ചിത്രങ്ങളും കൊത്തുപണികളുമായിട്ടുള്ള വളരെ ആകർഷകമായിട്ടുള്ള ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസ്. പള്ളിയിൽ നിന്ന് നേരെ ഇറങ്ങുന്ന സിബിയു സെൻറ്ററിലേക്ക് തന്നെയാണ്. ഇനി നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങൾ എന്താണെന്ന് നോക്കാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ഫാമിലിയോടെ എൻജോയ് ചെയ്യുന്നു. അവരുടേതായിട്ടുള്ള സ്പേസ് അവർ യൂട്ടിലൈസ് ചെയ്യുന്നു. യൂറോപ്യൻസിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് വളരെ സമാധാനപരമായിട്ടുള്ള, വളരെയധികം ടെൻഷൻ ഫ്രീ ആയിട്ടുള്ള ലൈഫാണ് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. റൊമേനിയൻ ഈസ്റ്ററിൽ അവർ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ഫാമിലിക്കും ഫുഡിനും ആൻഡ് എഗ്ഗിനുമാണ്. ഈസ്റ്റർ സമയത്ത് അവർ ഏറ്റവും കൂടുതൽ അലങ്കരിക്കാൻ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് എഗ്സ്. അത് ഡിഫറെൻറ്റ് കളറിലൊക്കെ അവർ അലങ്കരിക്കാറുണ്ട്. അതിൻ്റെ വലിയൊരു എക്സാമ്പിളാണ് നമ്മളിപ്പോൾ ഈ ഫ്രണ്ടിൽ കാണുന്നത്. കാരണം റെഡ് ആണ് ഇവിടുത്തെ ഏറ്റവും മെയിനായിട്ട് അവർ അലങ്കരിക്കാൻ ഉപയോഗിക്കുന്ന കളർ.
അങ്ങനെ ഓരോ ദിവസവും ഓരോ കളറായിട്ട് അവർ ചേഞ്ച് ചെയ്യും. എല്ലാ വീടുകളിൽ പോയി കഴിഞ്ഞാലും നമുക്ക് ഇങ്ങനെ അലങ്കരിച്ചേക്കുന്നത് കാണാം. കൂടാതെ എഗ്ഗ് വെച്ചുള്ള ഗെയിംസും ഇവർ കളിക്കാറുണ്ട്. കുട്ടികൾക്ക് വേണ്ടി ഒരുപാട് റൈഡുകൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. വളരെയധികം എൻജോയ് ചെയ്തിട്ടാണ് അവരെല്ലാം ആഘോഷിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഫാമിലിയും എൻജോയ് ചെയ്യുന്നു. മെയ് 5-നാണ് യൂറോപ്പിലെ ഓർത്തഡോക്സ് ഈസ്റ്റർ ആഘോഷിക്കുന്നത്. ഈ വീഡിയോ എന്ന് ഔട്ടാവുമെന്ന് എനിക്കറിയില്ല, പക്ഷേ ഈ വീഡിയോ ഔട്ടാകുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാവും യൂറോപ്പിൽ ഈസ്റ്റർ എങ്ങനെയൊക്കെയാണ് സെലിബ്രേറ്റ് ചെയ്യുന്നുള്ളത്. ഇവിടെ തന്നെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, ഒരുപാട് സ്ഥലങ്ങളിൽ പല രീതിയിൽ ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇത് എന്താണ് സംഭവം എന്ന് കുറച്ച് നേരം നോക്കിയെന്നാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. ആൾക്കാർ അതിനകത്ത് വന്നിരിക്കുന്നു, അവർ സെലിബ്രേറ്റ് ചെയ്യുന്നു, അവർ അങ്ങോട്ടും ഇങ്ങോട്ടും തമാശ പറയുന്നു, ഫുഡുകൾ കഴിക്കുന്നു. ഇങ്ങോട്ട് ഒരു സൈഡിൽ മൊത്തം ഫുഡ് കോർട്ടുകളാണ് ഗൈസ്. റൊമേനിയൻസ് ഫുഡിനൊക്കെ നല്ലപോലെ പ്രാധാന്യം കൊടുക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഫുഡ് കോർട്ടുകളിലെ ആൾക്കാർ നിറഞ്ഞു നിൽക്കുകയാണ്. കുട്ടികൾക്ക് വേണ്ട റൈഡുകളാണ് ഏറ്റവും കൂടുതൽ. അവിടെ ഇവിടെ എവിടെ നോക്കിക്കഴിഞ്ഞാലും കുട്ടികൾക്ക് വേണ്ടി റൈഡുകളാണ്. അങ്ങനെ ഞങ്ങൾ വിചാരിച്ച് നമുക്കും പറ്റിയ ഏതെങ്കിലും റൈഡും ഉണ്ടാവുമെന്ന് വിചാരിച്ചു. പക്ഷെ ഒന്നും കണ്ടില്ല. ട്രെയിൻ ഓടുന്ന കണ്ടപ്പോൾ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ട്രെയിനിലൊന്ന് കയറണമെന്ന്. പക്ഷേ അവിടുത്തെ പുള്ളിക്കാരൻ അനുവദിച്ചില്ല. എന്നാൽ പിന്നെ കുതിരയുടെ മുകളിൽ കയറാമെന്ന് പറഞ്ഞ് കുതിരയുടെ അടുത്ത് വന്നപ്പോഴത്തേക്കും പുള്ളിയും പറഞ്ഞു നോന്ന്. ആ നിരാശയിൽ ഇങ്ങനെ നിന്നപ്പോഴാണ് ഞങ്ങൾക്ക് വേറൊരു സംശയം തോന്നിയത്. എന്തുകൊണ്ടാണ് കത്തോലിക്കക്കാരുടെ ഈസ്റ്ററും ഓർത്തഡോക്സുകാരുടെ ഈസ്റ്ററും ഒരേ ഡേറ്റിൽ വരാത്തത്? ആ സംശയം ഞങ്ങൾക്ക് എല്ലാവർക്കും തോന്നി. സംശയങ്ങളുണ്ടെങ്കിൽ അപ്പം തന്നെ ക്ലിയർ ചെയ്യണമല്ലോ. അപ്പം തന്നെ അവിടെ നിന്ന് റൊമേനിയൻ ചേട്ടനെ വിളിച്ചു നിർത്തി കാര്യം ചോദിച്ചു. പുള്ളിക്കാണെങ്കിൽ ക്യാമറയുടെ ഫ്രണ്ടിൽ വരാനും താല്പര്യമില്ല. സംഭവം വേറൊന്നുമല്ല ഗൈസ്, ഇവിടുത്തെ കത്തോലിക്കക്കാരും ഓർത്തഡോക്സുകാരും ഉപയോഗിക്കുന്നത് രണ്ട് കലണ്ടറാണ് ഗൈസ്. അതുകൊണ്ടാണ് ഇവർക്ക് ഡേറ്റ് വ്യത്യാസം. അതായത് ഗൈസ്, ഇവിടെ ഒരുപാട് രീതിയിലുള്ള കലണ്ടറുകളുണ്ട്. ഒരു ജൂലിയൻ കലണ്ടർ, ലൂണാർ കലണ്ടർ, ജോർജിയൻ കലണ്ടർ, അങ്ങനെ ഒരുപാട് രീതിയിലുള്ള കലണ്ടേഴ്സ് ഇവിടെ ഇതിനെപ്പറ്റിയൊക്കെ ചിന്തിക്കാനാണെങ്കിൽ ഒരുപാടുണ്ട്. എന്നാൽ പിന്നെ ഞങ്ങൾ ചിന്തിച്ചുകൊണ്ട് നടക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ മുന്നോട്ട് നടന്നു.